ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിതേ ഫസ്റ്റ് ലോഡ് എടുക്കാനായിട്ട് നമ്മൾ ഇവിടുന്ന് കാമറാസാലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലത്ത് ഇപ്പോൾ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോഗ്. അപ്പോൾ തന്നെ നമ്മുടെ സ്ലോ ട്രാഫിക് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാമറാസാലെ റൂട്ടിലാണ്. ഈ കാണുന്നത് KVU സ്കൂളായിരുന്നു. ഈ റോഡിൻ്റെ ഡെഡ് എൻഡിലാണ് നമുക്ക് ലോഡ് കയറ്റേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഇത് ഞങ്ങളുടെ പള്ളി. അപ്പോൾ തന്നെ നമ്മൾ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞു. നമ്മൾ ഇവിടുന്ന് എങ്ങോട്ടാണെന്ന് വെച്ചാൽ തണ്ടളം എന്ന് പറയും. EVP പൂന്തമല്ലിയൊക്കെ കഴിഞ്ഞ് പോകണം. തണ്ടലത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഒരു 32 കിലോമീറ്റർ ഉണ്ട്. ഇത് ഷൂട്ടിങ്ങിൻ്റെ മറ്റേ പോലീസുകാരുടെ വണ്ടിയുടെ ലൈറ്റാണ് കയറ്റിയിട്ടുള്ളത്. ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് ഞാൻ പോണത്. അപ്പോൾ തന്നെ നമ്മൾ ലോഡൊക്കെ കയറ്റി ഇതേ വെറുകമ്പാക്കം റോട്ടിൽ, ആർക്കാട്ട് റോട്ടിൽ നമ്മൾ നേരെ പോയി കയറുകയാണ്. ഇത്ര നേരം പോക്കറ്റ് വഴിയിലൊക്കെ വരികയായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ വാനഗരം എത്താറായി. ഇനിയിപ്പോൾ നമ്മൾ ആ ബൈപ്പാസിൽ കയറും. ഇത് ബാംഗ്ലൂർ ബൈപ്പാസാണ്, ബാംഗ്ലൂർ ചെന്നൈ ബൈപ്പാസാണിത്. അപ്പോൾ തന്നെ നമ്മൾ ഈ സർവീസ് റൂട്ടിൽ നിന്ന് അടുത്ത് തന്നെ നമ്മൾ അങ്ങോട്ട് കയറുന്നതായിരിക്കും. അപ്പോൾ തന്നെ നമ്മൾ ബൈപ്പാസിൽ കയറി. ഈ കൊല്ലത്തെ അവസാനത്തെ കരിമ്പാണ് ഗൈസ് ആ ഓട്ടോയിൽ പോകുന്നത്. പൊക്ക അപ്പോൾ നമ്മൾ വേലപ്പഞ്ചാവടി ഫ്ലൈ ഓവർ കയറുകയാണ്. പൂന്തമല്ലിയുടെ അടുത്താണ് ഇതൊക്കെ, വേലപ്പഞ്ചാവടി ഫ്ലൈ ഓവർ. അപ്പോൾ നമ്മൾ നസ്രത്ത് പേട്ട എത്താറായി. മുകളിൽ കാണുന്നത് റിംഗ് റോഡാണ്. അപ്പോൾ നമ്മളത് തിരുമഴിസയൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു 13 കിലോമീറ്ററും കൂടിയുണ്ട് നമുക്ക് ഇറക്കേണ്ട സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മൾ ഇറക്കേണ്ട സ്ഥലത്തിൻ്റെ ഏതാണ്ടൊക്കെ ലൊക്കേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അടുത്ത് മീൻസ് ഒരു 5 കിലോമീറ്ററും കൂടി ഇവിടുന്ന്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ ഇടവഴി കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്ഥലം ഏതാണ്ടൊക്കെ എത്താൻ ഇനിയും കുറച്ച് മാത്രം നിമിഷം ഗായ്സ്. അപ്പോൾ ഈ വഴിയിൽ നല്ലൊരു പാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളി പാടങ്ങളൊക്കെ ഉണ്ട്. പോണ വഴിക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് ഏതാണ്ട് 2 കിലോമീറ്റർ ലൊക്കേഷനിലെത്തി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പാടങ്ങൾ. ഒരു സ്ഥലമല്ല, എന്തോ കേരളത്തിലേക്ക് വന്ന പോലത്തെ ഒരു പ്രകൃതി. അപ്പോൾ നമ്മളിത് ഈ പാടമൊക്കെ കഴിഞ്ഞ് ലൊക്കേഷനിൽ നമ്മൾ സാധനം ഇറക്കി അടുത്ത ലൊക്കേഷനിൽ ഇപ്പോൾ ലോഡ് കയറ്റാൻ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനിൽ നിന്നും എത്തിയിട്ടുണ്ട്. ലോഡ് കയറ്റി നമ്മൾ ഇവിടുന്ന് പോകുന്നത് മറൈമാൽ നഗറിലേക്കാണ്. മറൈമാൽ നഗർ ഇവിടുന്ന് ഏതാണ്ട് 39 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് വലിയ തിരക്കൊന്നുമില്ല, ബൈപ്പാസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത് തന്നെ നമ്മൾ ഈ ബൈപ്പാസിൽ നിന്ന് ഒറകടം ബൈപ്പാസിലേക്ക് കയറും. അപ്പോൾ സമയം ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ 11:45 ഉച്ചയ്ക്ക് 12 മണിയൊക്കെ പറയില്ലേ ദൈവമേ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല കാറ്റ്, നല്ല മഴ, നല്ല വെയിൽ. അപ്പോൾ നമ്മൾ ഒറകടം ബൈപ്പാസിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കറക്റ്റ് ഒരു 20 കിലോമീറ്റർ ഉണ്ട് നമുക്ക്. 25 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഒറകടം എത്തിയിട്ടുണ്ട്. എന്താ ഒറകടം ഫ്ലൈ ഓവറാണ് അപ്പുറത്ത് കാണുന്നത്. ഇത് ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ കാഞ്ചീപുരം പോകാം, ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ താമ്പരം വണ്ടലൂരൊക്കെ പോണ റൂട്ടാണ്. അപ്പോൾ ഇത് ഭാരത് ബെൻസിൻ്റെ യാർഡാണ് കേട്ടോ, പുതിയ മാനുഫാക്ചറൊക്കെ ചെയ്യുന്നതാണ് ഭാരത് ബെൻസിൻ്റെ ലോറിയിൽ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു 15 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒറകടത്തിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല ക്ലിയർ സ്കൈ ആണ്. അപ്പോൾ നമ്മൾ ഈ ബോക്സൊക്കെയാണ് കയറ്റിയിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ മാത്രം നമുക്ക് ഇറക്കേണ്ട സ്ഥലത്തേക്ക്. പുതിയ ബൈപ്പാസാണ് വരുന്നത്. അത് വന്നു കഴിഞ്ഞാൽ ഈ റെയിൽവേ ക്രോസ് ഒഴിവാക്കാൻ പറ്റും. ഇവിടെ ഒരു വലിയൊരു റെയിൽവേ ക്രോസ് ഉണ്ട്, കണ്ടോ വണ്ടികളെങ്ങനെ നിൽക്കണേന്ന്. അങ്ങനെ നമ്മൾ റെയിൽവേ ക്രോസിൽ ഒരു 25 മിനിറ്റോളം നമ്മൾ കിടന്നു.
ഇത് നമ്മൾ ഇറക്കേണ്ട സ്ഥലത്തേക്ക് ഏതാണ്ട് എത്തി തുടങ്ങിയ ഗൈസ്. അപ്പോൾ നമുക്ക് ഇറക്കിയിട്ട് കാണല്ലേ നല്ലത്. അപ്പോൾ ഇതേ നമ്മൾ ഇറക്കിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ അടുത്ത ലോഡ് കയറ്റി നമ്മൾ ഇവിടുന്ന് വള്ളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. നമ്മൾ നേരത്തെ വന്നില്ലേ ഓറക്കടത്ത് നിന്ന് കുറച്ച് ഒരു 3 കിലോമീറ്റർ മാത്രം വ്യത്യാസമുള്ള വെള്ളത്തേക്ക്. അപ്പോൾ വള്ളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്, വെള്ളമില്ല കേട്ടോ, വള്ളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഏതാണ്ട് ഒരു 18-19 കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് നമ്മളിപ്പോൾ ഇത് വീണ്ടും ഓറക്കടം ബൈപ്പാസിൽ വന്ന് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏതാണ്ട് ഒരു 7.5 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് കാണുന്ന ലോറികളൊക്കെ ഭാരത് ബെൻസിൻ്റെ ലോറികളാണ്, അവരുടെ കമ്പനിക്കാരുടെ ലോറിയാണ്. ഇത് സ്റ്റാഫ് ബസ്സുള്ളവരുടെ. അപ്പോൾ ഇത് നമ്മൾ ലൊക്കേഷൻ്റെ ഏതാണ്ടൊക്കെ അടുത്തെത്തി തുടങ്ങി. ഇനി ഒരു 2.5 കിലോമീറ്റർ മാത്രം നമുക്ക് ഇറക്കേണ്ട സ്ഥലത്തേക്ക്. അപ്പോൾ ആ കാണുന്ന ലെഫ്റ്റാണ് നമുക്ക് തിരിയേണ്ടത്. ഈ ലെഫ്റ്റിലേക്ക് നമ്മൾ തിരിയണം. ഇനി ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഇറക്കേണ്ട സ്ഥലത്തേക്ക്. അപ്പോൾ ഇതൊക്കെ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. കുറേ മലയാളികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. മലയാളികൾ കുറേ പേരുണ്ട്. അപ്പോൾ അതേ നമ്മൾ അടുത്ത ലോഡ് കയറ്റാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് വയ്യാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ വയ്യാറിൽ നിന്ന് നമ്മൾ ലോഡൊക്കെ കയറ്റി നമ്മൾ ഇവിടുന്ന് മീനമ്പാക്കം എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഏതാണ്ട് 32 കിലോമീറ്റർ ഉണ്ട്. ഇന്ന് എല്ലാ ഓട്ടവും നല്ല ലോങ് കിലോമീറ്റർ ആയിരുന്നു. അപ്പോൾ ഇത് നമ്മൾ കാഞ്ചീപുരം താമ്പരം ബൈപ്പാസിലേക്ക് വന്ന് കയറി നമ്മൾ ഇടവഴി എടുത്ത് താമ്പരത്ത് എത്തിയിട്ടോ. ഇനി ഇവിടുന്ന് 18 കിലോമീറ്റർ ഉണ്ട് എയർപോർട്ടിലേക്ക്. ഭാഗ്യത്തിനാണ് നമുക്ക് തിരിച്ചുള്ള ഓട്ടം കിട്ടിയത്. അപ്പോൾ അപ്പുറത്ത് കാണുന്നത് റൈറ്റ് സൈഡിൽ കാണുന്നത് മധുരവായൽ ബൈപ്പാസാണ്. നമ്മൾ സർവീസ് റൂട്ട് എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ മെയിനിൽ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നല്ല ട്രാഫിക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ വഴിയൊക്കെ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം ഇത്രയും ഇടവഴികൾ എങ്ങനെയൊക്കെയാണ് പോകേണ്ടത്, ട്രാഫിക് അവോയ്ഡ് ചെയ്തിട്ട്. അപ്പോൾ നമ്മളത് ട്രാഫിക്കൊക്കെ അവോയ്ഡ് ചെയ്ത് നമ്മൾ അനകപുത്തൂർ വന്ന് കയറിയിട്ടുണ്ട്. നമ്മൾ പല്ലാവരം എത്തി. അപ്പോൾ ഗൈസ് ഏതാണ്ട് നമുക്ക് ലോഡൊക്കെ ഇറക്കേണ്ട തൊട്ടടുത്ത് എത്തി തുടങ്ങി നമ്മൾ. ഇനി റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ലോഡൊക്കെ ഇറക്കിയിട്ട് കാണാം. അപ്പം നമ്മളങ്ങനെ ലോഡൊക്കെ ഇറക്കി നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സന്ധ്യയായി 6 മണിയൊക്കെ 5. അപ്പോൾ സമയം 5:30 വൈൻഡ് അപ്പ് ചെയ്യാം നമുക്ക്. അതാണ്. Guys, enjoy the today's vlog and see you on next vlog. Till then, bye.